ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഫൈനൽ വീഡിയോ ആണിത്. നമ്മളൊരു 50+ 1 വേർഡ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് അവസാനിപ്പിക്കുകയാണ്. അക്കൗണ്ടൻസി നന്നായിട്ട് എഴുതുക, അടിപൊളിയായിട്ട് എഴുതുക. ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം കണ്ടവർ ആരൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നാളെ വിജയം ഉറപ്പാണ്. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ. റിസൾട്ട് കിട്ടാതെ ഒന്നും പോയില്ല. നമ്മളൊരു കാര്യത്തിലേക്ക് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് എന്തായാലും യൂണിവേഴ്സ് തരും. അതുകൊണ്ട് നിങ്ങൾ എഫേർട്ട് ഇടപ്പോൾ ഇന്ന് കുറച്ച് ഉറങ്ങിയാൽ മതി. അപ്പോൾ ഉറങ്ങണ്ടേന്നൊക്കെ ചോദിക്കുക. എക്സാം നന്നായിട്ട് ഉറങ്ങണ്ടേ, കുറച്ച് ഉറങ്ങിയാൽ മതി. അത്രയും നേരം കൂടി എഫേർട്ട് ഇടുമോ, നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടുമല്ലോ, നമുക്ക് നല്ല രീതിക്ക് എഴുതാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു എക്സാം കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ലേ, പിന്നെ നമുക്ക് ഒരാഴ്ച വേണമെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എഫേർട്ട് ഇട്ടാൽ റിസൾട്ട് കിട്ടും. അത് 100% ഷുവറാണ്. എഫേർട്ട് ഇട്ടിട്ട് റിസൾട്ട് കിട്ടാത്ത ആരുമില്ല. സോ നല്ല രീതിക്ക് എഫേർട്ട് ഇടുക, ലാസ്റ്റ് മിനിറ്റ് വരെ എഫേർട്ട് ഇടുക. സോ നമ്മുടെ ഫൈനൽ വീഡിയോ ആണ്. 50+ 1 വേർഡ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യാണ്. നല്ല രീതിക്ക് എക്സാം എഴുതിയിട്ട് വരാം, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, സോ ഇതിൽ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി. റിട്ടൺ അഗ്രിമെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ റിട്ടൺ അഗ്രിമെൻറ്റിന് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നാണ് പറയുന്നത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നാക്ക് കുഴഞ്ഞു പോകുന്നത്. രാവിലെ മുതൽ രാത്രി വരെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലവരൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് കളിയാക്കുന്നത് കണ്ടു. അറിഞ്ഞുകൊണ്ട് കൊഞ്ചി പറയുന്നതൊന്നുമല്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ക്ലാസ് എടുത്തു തുടങ്ങിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ നാക്ക് കുഴയും, നമുക്കൊരു ബലം കിട്ടില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻസൊക്കെ ഞാൻ കണ്ടു. നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നതല്ല. നോർമലി സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ക്ലാസ് റെസ്റ്റ് ഇല്ലാതെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നാക്ക് കുഴയുന്നതാണ് കേട്ടോ. ഓക്കെ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എപ്പോഴാണ് സംഭവിക്കുന്നത്? അഡ്മിഷൻ്റെ സമയത്ത് സംഭവിക്കും, റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് സംഭവിക്കും, ഡെത്തിൻ്റെ സമയത്ത് സംഭവിക്കും. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. റേഷ്യോ ഇൻ വിച്ച് കണ്ടിന്യൂയിങ് പാർട്ട്ണർ ഷെയർ പ്രോഫിറ്റ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ. അതേതാണ്? ഔട്ട് ഗോയിങ് പാർട്ട്ണറിൻ്റെ, അതായത് ഒരാൾ പിരിഞ്ഞു പോകുന്നു, അയാളുടെ ഷെയർസ് അവർ വീതിച്ചെടുക്കുന്നത് ഗെയിനിങ് റേഷ്യോയിലായിരിക്കും. റിട്ടേൺ ഡോക്യുമെൻ്റ് ഏതാണ്? പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. സാക്രിഫൈസിങ് റേഷ്യോ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ഈ ഒരു ചോദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്ഷനിൽ ചെയ്താണ്. 19:11 ആൻസർ വന്നത്. ഇതിൽ ഓഡ് വൺ ഏതാണ്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. പാർട്ട്നേഴ്സ് ലോൺ ഡിസൊല്യൂഷൻ്റെ സമയത്ത് പാർട്ട്നേഴ്സ് ലോൺ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ ഏതിലാണ് എഴുതുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ ആകുമ്പോൾ കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുന്നത്. 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും. പക്ഷേ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ഒറ്റ ഡിനോമിനേറ്റർ ആക്കുക, ഈ 10ലേക്ക് ആക്കുക. × 2 ചെയ്താൽ 10 ആയി. × 5 ചെയ്താലും 10 ആയി. സോ ഇതെങ്ങനെ വന്നു? 5/10, 4/10, 1/10. ഇതാണ് ആ റേഷ്യോ. 5:4:1 ആണ്. അപ്പോൾ ഇതിലെന്ത് ചെയ്തു? സി ആൾ റിട്ടയർ ആയിപ്പോയി. അപ്പോൾ അവരുടെ ന്യൂ റേഷ്യോ എത്രയാണ്? 5:4. ഇത്രേ ഉള്ളൂ. പ്രസൻറ്റ് വാല്യൂ ഫേംസ് ആൻറ്റിസിപ്പേറ്റഡ് എക്സസ് ഏർണിംഗ് ഗുഡ് വില്ലാണ്. റിയലൈസേഷൻ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൻ്റെ സമയത്താണ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഡിസൊല്യൂഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ദെൻ അത് വേണ്ട, ഇത് മതി. വെൻ എ ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് ഇൻ എ ഫേം, ഒരു പുതിയ പാർട്ട്ണർ വന്നാൽ അയാൾ ഗുഡ് വില് കൊണ്ടുവരും. അത് ഫോർ ദ ലോസ് ഇൻ കോമ്പൻസേറ്റിംഗ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഫോർ ദെയർ ഷെയർ ഇൻ. അവരുടെ ഏത് ഷെയറിലാണ്? പുതിയ പാർട്ട്ണർ വരുമ്പോൾ ഹി ഹാസ് ടു ബ്രിങ് ഇൻ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ടു കോമ്പൻസേറ്റ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഫോർ ദെയർ ഷെയർ ഇൻ ആവറേജ് പ്രോഫിറ്റോ സൂപ്പർ പ്രോഫിറ്റോ ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റോ ഏതോ ആകാം. കമ്പനി എങ്ങനെയാണ് ആ പ്രോഫിറ്റ് എടുക്കുന്നതിന് അതിൽ ഏത് ചെയ്താലും മാർക്ക് കിട്ടും. ഈ ക്വസ്റ്റ്യൻ നോക്കണ്ട. പാർട്ട്ണർഷിപ്പ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ടു ഷെയർ. എന്താണ് പാർട്ട്നേഴ്സ് ടു ഷെയർ? പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ഓഫ് ബിസിനസ് ആണ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ബിസിനസ് ആണ്. ദെൻ ഡിസൊല്യൂഷൻ്റെ സമയത്ത് അസറ്റ് വിറ്റ് കിട്ടുന്ന പണം ഫസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുക? ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ലയബിലിറ്റി പേ ചെയ്യാനാണ്. അതിനുശേഷം പാർട്ട്നേഴ്സിൻ്റെ ലോൺ, അതിനുശേഷം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ. കേട്ടോ, ആസ് പെർ ദ പ്രൊവിഷൻസ് ദ റിലീവിംഗ് പാർട്ട്ണർ ഇസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ഡാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ എമൗണ്ട് ഡ്യൂ ടു ഹിം. ലോണിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടുക? 6%. കേട്ടോ, ദെൻ നഷ്ടം 25,000 വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് കിട്ടും? ലോൺ മാത്രമേ കിട്ടുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയൊന്നും കിട്ടില്ല. കേട്ടോ, എക്സസ് ഓഫ് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഓവർ നോർമൽ പ്രോഫിറ്റ് ആണ് എന്ത്? എക്സസ് ഓഫ് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഓവർ നോർമൽ പ്രോഫിറ്റ് ആണ് സൂപ്പർ പ്രോഫിറ്റ്. ദെൻ ഔട്ട് ഗോയിങ് പാർട്ട്ണർ ഈസ് ലയബിൾ ഫോർ ഫേംസ് ലയബിലിറ്റീസ് ഇൻകേർഡ് ആഫ്റ്റർ ഹിസ് റിട്ടയർമെൻറ്റ്. അല്ല,
is not liable for any liabilities, is liable for obligation incurred before his retirement, is liable for obligation incurred before and after. ഇതാണ് അയാൾ റിട്ടയർ ആവുന്നതിന് മുമ്പേ ഉള്ള ഒബ്ലിഗേഷൻസിന് അയാൾ ലയബിൾ ആയിട്ടുള്ളൂ. Which of the situation is which of the following is not a situation that the court can make an order to dissolve the firm? Not a situation, കോടതി ഇടപെടാത്തത് on the expiry of the term ആണ് കേട്ടോ. ദെൻ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യും, അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. ലയബിലിറ്റി ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലയബിലിറ്റി, നമ്മുടെ ലയബിലിറ്റി കുറഞ്ഞാലോ അതും നമുക്ക് ആശ്വാസമാണ്, ലാഭമാണ്. ലാഭം വരുമ്പോൾ റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യും, ദെൻ ലയബിലിറ്റീനെ ഡെബിറ്റ് ചെയ്യും കേട്ടോ. ദെൻ അടുത്തത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലയബിലിറ്റി വിൽ ബി പെയ്ഡ് ഫസ്റ്റ്. ഏറ്റവും ആദ്യം ഔട്ട്സൈഡ് ലയബിലിറ്റിയാണ്, അതായത് സൺട്രി ക്രെഡിറ്റേഴ്സാണ് കൊടുക്കേണ്ടത്. ഫാമിലി 20,000 ആണ് ലോസ്. ഇതിൽ ഏതാ കിട്ടുക? ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രം. ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ബൈ ഇൻകമിങ് പാർട്ട്ണർ ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ കിട്ടും. ഓക്കെ, റീകോൺസ്റ്റിറ്റ്യൂഷൻ സമയത്ത് ബിൽഡിങ്ങിൻ്റെ വാല്യൂ 20% കൂടി. അതിന് എൻട്രി എന്താ? ബിൽഡിങ്ങിൻ്റെ വാല്യൂ കൂടിയെന്ന് വെച്ചാൽ ലാഭമാണ്. ലാഭം വരുമ്പോൾ റീവാലുവേഷന് ക്രെഡിറ്റ് ചെയ്യണം ടു റീവാലുവേഷൻ. ഡെബിറ്റ് ചെയ്യേണ്ടത് ബിൽഡിങ്ങിന്, സോ ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ. ഇനി ലയബിലിറ്റി ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻക്ലൂഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് ഡിസ്കവേർഡ്. അതായത് അൺറെക്കോർഡ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നഷ്ടമാണ്, റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ? ഇറ്റ് വിൽ നോട്ട് ബി അലൗഡ് ഇൻ ആബ്സൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇത് തെറ്റാണ്. ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, it is allowed only if the firm has profit. തെറ്റാണ്. it is credited to profit and loss. it is credited to profit and loss appropriation account. അതും തെറ്റാണ്. ഇതാണ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്യാപിറ്റലൈസേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. പാർട്ട്ണർ റിട്ടയർഡ് ആകുമ്പോൾ ലോസ് ഓൺ റീവാലുവേഷൻ എന്ത് ചെയ്യും? പാർട്ട്ണർക്ക് കിട്ടും. പാർട്ട്ണർക്ക് ഡെബിറ്റ് ചെയ്ത് കൊടുക്കണം. ഡെബിറ്റഡ് ടു റിട്ടയർ അല്ല, എല്ലാവർക്കും കിട്ടും. ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾ പാർട്ട്നേഴ്സാണ്. ഡിസൊല്യൂഷൻ്റെ സമയത്ത് അസറ്റ് വിറ്റ് കിട്ടുന്ന തുക ആദ്യം എന്തിനു ഉപയോഗിക്കണം? എക്സ്റ്റേണൽ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം പാർട്ട്ണറുടെ ലോൺ, അതിനുശേഷം പാർട്ട്ണറുടെ ക്യാപിറ്റൽ, അതിനുശേഷം അവർക്ക് പ്രോഫിറ്റ് റേഷ്യോയിൽ വീതിച്ചെടുക്കാം. ദെൻ പാർട്ട്ണർഷിപ്പ് ഈസ് എ റിസൾട്ട് ഓഫ് എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ഗുഡ് വില് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ABC ഉണ്ട്, അതിൽ B റിട്ടയർഡ് ആയിപ്പോയാൽ അവരുടെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 3:1. Then a firm is not in a position to pay the amount due to retiring partner. അതായത് അപ്പോൾ പാർട്ട്ണർക്ക് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതെന്തിലേക്ക് ചെയ്യും? പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ഡിസൊല്യൂഷൻ്റെ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ദെൻ the proportion in which existing partners surrender their share of profit in favor of admitted partner, sacrificing ratio. റിട്ടയർമെൻറ്റ് സമയത്ത് ജനറൽ റിസർവിലുള്ള പ്രോഫിറ്റ് എന്ത് കിട്ടും? എല്ലാ പാർട്ട്നേഴ്സിനും അവരുടെ ഓൾഡ് റേഷ്യോയിലാണ് വീതിച്ച് കൊടുക്കുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ മുതലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കുക. 3 പേരുണ്ട്, അതിൽ ബിജു റിട്ടയർഡ് ആയിപ്പോയി, ഇത് പോയി. അങ്ങനെ വരുമ്പോൾ ഗെയിനിങ് റേഷ്യോ 5:3 ആയിരിക്കും. Then last questions, the ratio in which old partners share the premium of goodwill brought by new partner, അതാണ് സാക്രിഫൈസിങ് റേഷ്യോ. അഡ്മിഷൻ്റെ സമയത്ത് ജനറൽ റിസർവിലെ ബാലൻസ് ആർക്ക് കിട്ടും? ഓൾഡ് പാർട്ട്നേഴ്സിനാണ് കിട്ടുന്നത്. then ABC ഉണ്ട് 3:2:1. B റിട്ടയർഡ് ആയിപ്പോയി, ന്യൂ റേഷ്യോ എത്രയാണ്? 3:1. ജേണൽ എൻട്രി കംപ്ലീറ്റ് ചെയ്യാനാണ്. പ്രോഫിറ്റ് കിട്ടുമ്പോഴുള്ള ഡിസിസ്ഡ് പാർട്ട്ണർക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടാണ് കേട്ടോ, സസ്പെൻസ് അക്കൗണ്ട്. പാർട്ട്ണർ ഒരു അസറ്റ് എടുത്താൽ നമുക്കത് വിൽക്കാൻ പറ്റിയില്ല, ബാങ്ക് വന്നില്ല, പകരം പാർട്ട്ണറെ ഡെബിറ്റ് ചെയ്യും, റിയലൈസേഷനെ ക്രെഡിറ്റ് ചെയ്യും. പാർട്ട്ണർ ടു റിയലൈസേഷൻ എന്ന് വരും. അപ്പോൾ പാർട്ട്ണറെയാണ് ഡെബിറ്റ് ചെയ്യുക. ഡിസൊല്യൂഷൻ്റെ സമയത്ത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ത് ചെയ്യും? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ലയബിലിറ്റി ആണല്ലോ, നമ്മൾ ബാങ്കിന് അടയ്ക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് എന്ത് ചെയ്യും? നമ്മൾ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ 50+ 1 word ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് പോയി പരീക്ഷ ചെയ്ത് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ടെൻഷൻ അടിക്കുന്നവരുണ്ടാവും. ടെൻഷൻ അടിക്കരുത്, കൂളായിട്ടിരിക്കുക. കാരണം നമ്മളായിട്ട് നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുത്തരുത്. കൂളായിട്ടിരിക്കുക കേട്ടോ. പറ്റും പോലെയൊക്കെ പെർഫോം ചെയ്യാം. ഓക്കെ, നമ്മൾ വിചാരിക്കും പോലെ ചിലപ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല, സാരില്ല, പറ്റും പോലെ ചെയ്യാം.
ഓക്കെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയുണ്ടാവും. നന്നായിട്ട് എഴുതാം. ഒരുപാട് ഹാപ്പി ആയിരുന്നു നിങ്ങളുടെ കമൻസ് എല്ലാം കാണുമ്പോൾ. സോ നല്ല രീതിക്ക് എഴുതാം. താങ്ക് യു.